ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യനായ മാർ തോമാസ് ശ്ലീഹായുടെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ നാടാണ് കേരളം. വിശുദ്ധ തോമാസ് ശ്ലീഹായിൽ നിന്നും പകർന്നു കിട്ടിയ വിശ്വാസത്തിൻ്റെ തിരുനാളം കെടാതെ ഇന്നും കറകളഞ്ഞ നിലയിൽ കൈമാറി വരുന്ന കേരള ക്രൈസ്തവ സമൂഹം പരമ്പരാഗതമായ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസ നിറവിൽ വിശ്വാസത്തിൻ്റെ ദീപം കെടാതെ കാത്തു സൂക്ഷിക്കുന്ന കേരള ക്രൈസ്തവ ജനത ഈ വിശ്വാസത്തിൻ്റെ ബഹിർസ്ഫുരണമെന്നോണം വിശുദ്ധ ചാവറയച്ചനാൽ രൂപപ്പെട്ട കർമ്മലീത്ത സന്യാസ സമൂഹം തുടർന്ന് 1888 അഭിവന്യ ചാൾസ് ലെവീഞ്ഞ് പിതാവിൻ്റെയും 8 അമ്മമാരുടെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട ക്ലാര സന്യാസിനി സമൂഹം ചങ്ങനാശ്ശേരിയിലെ ക്ലാര മഠത്തിൻ്റെ ഒരു ശാഖാമഠമാണ് 1910 സ്ഥാപിതമായ ഭരണങ്ങാനം മഠം. മദറേ, നമ്മുടെ സിസ്റ്റർ അൽഫോൻസായ്ക്ക് തീരെ വയ്യ. പാരവശ്യത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഓ അതെയോ? അന്നാ നമുക്കെല്ലാവർക്കും കൂടി സിസ്റ്റർ അൽഫോൻസായുടെ മുറിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. നേരം ഒരുപാടായി. എല്ലാവരും പോയി കിടന്നോളൂ. ഞാനും സിസ്റ്റർ ഗബ്രിയേലും ഇവിടെ നിന്നോളാം. മദറേ, സിസ്റ്റർ അൽഫോൻസായുടെ നില വളരെ ഗുരുതരമായിട്ടുണ്ട്. എൻ്റെ ഈശോയെ, ഞാനിതാ വരുന്നു. എനിക്ക് സഹിക്കുവാൻ ശക്തിയില്ല. എനിക്ക് വേണ്ടി അപേക്ഷിക്കുവൻ, എനിക്ക് വേണ്ടി നിയോഗം വയ്ക്കുവൻ. മരണാസന്നയായി കിടക്കുന്ന യുവതിയായ വിശുദ്ധ അൽഫോൻസ എന്ന സന്യാസിനിയുടെ മരണക്കിടക്കരികെ നിന്നപ്പോൾ ബഹുമാനപ്പെട്ട ഊർശുലാമയുടെ മനസ്സിൽ വന്നത് മുരിക്കനച്ഛൻ്റെ മുമ്പിൽ വെച്ച് കണ്ട അന്നക്കുട്ടിയുടെ ചിത്രമാണ്. പിന്നീടുള്ള അവളുടെ ജീവിതത്തിൽ ഒരമ്മയുടെ സ്നേഹം നൽകി ചേർത്ത് പിടിച്ച ആ മാതൃഹൃദയം വേദനയാൽ നിറഞ്ഞു. അന്നക്കുട്ടിയുടെ പ്രിയപ്പെട്ട ഇച്ചായൻ ഊർശുലാമയുടെ കയ്യിൽ അവളെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ, എൻ്റെ മകൾക്ക് എന്നും ഒരമ്മയായിരിക്കണം എന്ന വാക്കുകൾ ഊർശുലാമയുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. എന്റെ തമ്പുരാൻ എനിക്ക് സഹിക്കാൻ തന്നതല്ലേ, ഞാൻ സഹിക്കട്ടെ, ഞാൻ സഹിക്കട്ടെ. മണി എത്രയായി? 12 കഴിഞ്ഞു. എന്റെ മാതാവേ, എന്റെ അമ്മേ, കുഞ്ഞെ, സമാധാനായിരിക്കും. എനിക്ക് ഒരു സമാധാനക്കേടുമില്ല. ഗബ്രിയേലമ്മേ, എന്താ സിസ്റ്റർ? എന്നെ ഉടുപ്പിടിപ്പിക്കുവിൻ. ഞാൻ പോകട്ടെ. ഉടുപ്പിട്ടിട്ടുണ്ടല്ലോ കുഞ്ഞെ,
പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ നല്ല ഉടുപ്പും കപ്പൂസും ധരിപ്പിക്കവേ എന്നെ വിട്ടയക്കുക. ഞാൻ പോകട്ടെ. എൻ്റെ ചങ്കില് ഒരു ശബ്ദം കേട്ടോ? എന്ത് രസമാത് കേൾക്കാൻ. ഈശോ, മറിയം, യൗസേപ്പേ. വർഷക്കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് ആരാലും അറിയപ്പെടാതെ ലോകദൃഷ്ടിയിൽ വിശിഷ്ടമായതൊന്നും ചെയ്യാതെ കടന്നുപോയ ഒരു മനുഷ്യ ജീവിതം. അവൾ ജീവിച്ചു, ഒരുപാട് സഹിച്ചു, സ്നേഹിച്ചു. വേദനയുടെ ആധിക്യത്താൽ അവളുടെ മരണം വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പോലും ആർക്കും സാധിച്ചില്ല. മച്ചിയായ കേരള സഭയ്ക്ക് ദൈവം സമ്മാനമായി നൽകിയ വിശുദ്ധിയുടെ സുന്ദരസൂനമായ അൽഫോൻസാമയുടെ ജീവിതം ഒരു സുഗന്ധ കാറ്റുപോലെ പടരുന്നു. അവളുടെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിയത് പാവപ്പെട്ട അവളുടെ ഇച്ചാച്ചനും പ്രിയപ്പെട്ട സഹോദരിയും ഭരണങ്ങാനം ക്ലാരമഠത്തിലെ പാവപ്പെട്ട കുറെ കന്യാസ്ത്രീകളും മാത്രമായിരുന്നു. ഹൃദയ താഴ്മയിലൂടെ വിശുദ്ധിയിലേക്ക് ഉയർന്ന വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിന് സ്വർഗമുദ്ര വച്ചത് ഇന്ന് അവളുടെ മാധ്യസ്ഥം തേടി വരുന്ന അനേക ലക്ഷങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ്. സഹനത്തിന്റെ തീച്ചൂളയിൽ ഒരു പുഴുവിനെ പോലെ വെന്തുനീറി അഗ്നിയിൽ സ്ഫുടം ചെയ്യപ്പെട്ട പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസവും സർവവും ഈശോയ്ക്കായി വിട്ടുകൊടുക്കുവാനുള്ള ദൈവാശ്രയ ബോധവും കറകളഞ്ഞ സന്യാസ ജീവിതവും മാത്രം കൈമുതലാക്കിയവൾ ഇന്നിതാ നമ്മോടൊപ്പം.